രാവിലെ തന്നെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. കാര്യം എന്താ വെച്ചാൽ അരുണിനൊരു പെണ്ണ് കാണാൻ പോയതായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ച് പോയിട്ടുണ്ടായിരുന്നു. കുട്ടീനെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായി നിൽക്കുന്നതായിരുന്നു. അപ്പം നമ്മളൊന്ന് കാണുക എന്നുള്ളൊരു ചടങ്ങിന് വേണ്ടിയിട്ട് മാത്രം പോയതാണ്. എന്താ പറയുന്ന അരുണേ, അവിടുന്ന് കിട്ടിയ ചായയിൽ മധുരമില്ല എന്ന് പറയുന്ന ഇവനോടൊക്കെ എന്നാ പറയാനാ? ചായയിൽ മധുരം ഉണ്ടല്ലോ. എന്നിട്ട് ഇങ്ങോട്ട് ചായയിൽ മധുരമല്ല എന്ന് പറഞ്ഞതോ? അപ്പൊ ലഡുവും ജിലേബിയുമായിരുന്നു ഞങ്ങൾക്ക് ചായക്ക് കൂട്ടാൻ തന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഓന് ഈവനിങ് അമ്പലത്തിൽ പോകണമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനുണ്ട്, പിന്നെയും കൂട്ടണം എന്നാണ്. അപ്പം ഈവനിങ് ഒരു അമ്പലത്തിൽ പോകണം. അപ്പം അങ്ങനെയാണ്. ഏതായാലും പെണ്ണ് കാണൽ ചടങ്ങൊക്കെ അവിടെ പൂർത്തിയായി. അമ്മ ഉണ്ടായി, അമ്മനെ വീട്ടിലിറക്കി കൊടുത്തു. വേറെ പ്രത്യേകിച്ച് ആരൊന്നുമില്ല. ഇനി ഞങ്ങൾ മൂന്നാളും കൂടി ഒന്ന് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി അവൾക്ക് കുറച്ച് ഓർണമെന്റ്സ് വാങ്ങണമെന്ന് പിന്നെ നിർബന്ധം. എവിടുന്ന ദിയെന്നാണോ മലബാറിനാണോ എടുക്കുന്നത്? പകുതി ദിയക്കാരെയും വേണ്ടതാ, മലബാറുകളെയും വേണ്ടതാ. അപ്പോൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കയ്യമ്മൽക്കൊരു വള, ഒരു മാല, മോതിരം, കമ്മൽ, അങ്ങനെ 4 കൂടി ആയിട്ടുള്ളൊരു സെറ്റായിട്ടാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 പവൻ്റെ ഉള്ളിൽ ഒതുങ്ങണമെന്ന് ഓൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 പവൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു സെറ്റേ എടുക്കുന്നുള്ളൂ. ഞാൻ പറയുന്ന ഓനോട് എന്താ വെച്ചാൽ ഡയമണ്ടിൻ്റെ വാങ്ങി കൊടുക്കാൻ. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു അയ്യടാ 5 കണ്ടിട്ട് ഇനി ആരെയും കൂടി കൊണ്ടുവരണം. ദേ കണ്ടോ കോട. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് കൊടുത്തിടുന്ന ചടങ്ങൊന്നും ഞങ്ങൾ ഇതിൽ താൽക്കാലികമായിട്ട് പോസ്റ്റ് ചെയ്തില്ല. ഇന്നത്താണ് ഒരു കുടിക്കുകയാണോ? ഇവന് വണ്ടിയിൽ കയറിയിട്ട് പെട്രോൾ കുടിച്ചിട്ട് അങ്ങനെ ഓരോരോ കിലോമീറ്റർ കണക്ക് പറയണ്ട. അത് വെച്ചിട്ട് ആളളന്നുങ്ങാനും പല സ്ഥലത്തേക്കും പലരെയും വിട്ടുങ്ങാൻ. എന്തിനാ നിന്റെ കുടുംബം പട്ടി നയിക്കുന്നത്? ഞാൻ ഇതിന്റെ ഓടിയ കിലോമീറ്റർ അല്ല പറഞ്ഞു. 80 അല്ല 40 80 90 കിലോമീറ്റർ 1000 രൂപയ്ക്ക് ഓടാൻ പറ്റും. പോയാ 100 കിലോമീറ്റർ. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലും നമ്മൾ പുറത്ത് വിടാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പം വിളി പോകും അരുണിന്റെ നാട്ടിലേക്ക്. അവന് എവിടുന്നാ പെണ്ണ്, അവിടുന്ന് വിടാൻ പെണ്ണ് ആരും അറിയില്ല. ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേ കൊണ്ട് ആരും പോയതാർക്കും അറിയില്ല കേട്ടോ. അപ്പം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ഒന്നും പുറത്ത് വിടുന്നില്ല. ഇപ്പം ഞാനിന്ന് മോർണിംഗിൽ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം വരുന്നത് കൊണ്ട് അതിന് മറുപടി കൊടുത്തതാണ്. പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന റൂട്ട് വരെ പോലും ബൈഹാട്ടാ. പക്ഷെ ഒരു പാവപ്പെട്ടല്ല കേട്ടോ. ഒരു ചെറിയൊരു വീടാണ്, ഒരു ഓടിട്ട വീടാണ്. അപ്പോൾ വലിയ സാമ്പത്തികമൊന്നും ഉള്ളവരൊന്നുമല്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അല്ലേ, നല്ല കളറും ഇല്ലേ കുട്ടിക്ക്? കുറച്ച് തടി കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഓന് പ്രശ്നമില്ലാത്തടത്തോളം കാലം നമ്മൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം നേരെ വീട്ടിലോട്ട് ഈവനിങ് അമ്പലത്തിലേക്ക്. ഓളോടോ ഓളിൻ്റെ നമ്പർ. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഇനി എല്ലാവർക്കും ഇനി കല്യാണമാണെന്ന് കേട്ടപ്പോൾക്ക് ഇനി കുലിഞ്ഞു മറയുന്ന എത്ര ആൾക്കാരുണ്ടാവും കർത്താവിനറിയാം. എന്ത് തന്നെ ആയാലും ഇന്നത്തെ കൊച്ചു വിശേഷതാണ്. തത്തക തത്തക തത്തകളെത്തിക്കത്തും കല്യാണം അത് പാടിക്കൊടുക്കണം. പാടും ഇങ്ങനെയാണ് ഞാൻ കുറേ പാടുപെടും. അപ്പം അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. 2 കൊല്ലത്തേക്ക് കല്യാണമല്ല കേട്ടോ. കാരണം വീടിൻ്റെ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. ആ വീട് പണി കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങും വിവാഹവും കൂടി ഒരുമിച്ചായിരിക്കും. അപ്പോൾ അപ്പോഴേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചിട്ട് ഇവർ രണ്ടാളെയും ഒരു കയറിടലിന് മാത്രം ഉറപ്പിച്ചിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടീനെ അവന് ഇഷ്ടമായി എന്ന് കേട്ടതുകൊണ്ട് സമാധാനമായി. വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ചെറിയൊരു ഓടിട്ട പോരാണ്. വീട്ടിലേക്ക് വഴിയൊന്നുമില്ല. 2 സ്റ്റെപ്പ് കയറണം, അത്രയേ ഉള്ളൂ. സ്റ്റെപ്പിന്റെ എണ്ണം വരെ നോക്കി.
അതാണ്. വീടാണെങ്കിൽ CCTV ഒക്കെ ഉണ്ട്. ആ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ചാടി പോണ നോക്കാനായിരിക്കും. ഇതാണ് പലരും വീഡിയോ ഇടുക. റോഡ് സൈഡിലായതുകൊണ്ട് അവർ CCTV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ കയറി ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു എല്ലാവരുടെ പല്ലിക്കും ടൗസറോ എന്ന് ചോദിച്ചു. പിന്നീടാണ് ഞങ്ങൾ നോക്കുന്നത്. മെയിൻ റോഡ് വന്ന് കുറച്ചല്ലേ ഉള്ളൂ. മെയിൻ റോഡ് മാത്രം ഉണ്ടാവും ആ ഒരു റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചതായിരിക്കും കേട്ടോ. ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല തറവാട്ടുകാർ, നല്ല വീട്ടുകാർ, ഇവരുടെ കാശുപരമായിട്ടൊക്കെ അവർക്ക് സെറ്റായി. ഇനി ജാതകം ഒന്ന് നോക്കുക. ചിലപ്പോൾ പറ്റിയിട്ടില്ലേ, ചിലർക്ക് ഭാഗ്യം എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ. ഏതായാലും ബൈ ദ വേ പോയതാ.